ഞാൻ നിഷ ഇടുക്കി ബ്ലഡി നൈറ്റ് എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്ന ആറാട്ടണൻ നമ്മുടെ കൂടെ ഉണ്ട്, അനിൽ ജസ്പരയുണ്ട്, ഡയറക്ടർ വിനീതേട്ടനുണ്ട്. അപ്പം ആ ഷോർട്ട് ഫിലിമിലെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അണ്ണനോട് തന്നെ ചോദിക്കാം. അണ്ണ വിശേഷമൊക്കെ ഒന്ന് പറയൂ ഷോർട്ട് ഫിലിമിൻ്റെ. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾ റൈറ്റർ ഒരാളാണ്. പുള്ളി ഒരു IV ശശി ടച്ചുള്ള ആളാണ്. IV ശശി സ്റ്റൈൽ ഡയറക്ഷനാണ്. കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻറ്റിമേറ്റ് ചെയ്ത ഞാനല്ല ചെയ്ത പുള്ളിയെ തകർത്തത്. ആരും മാസ്ക് ഒറിജിനൽ ഇതിന്റെ ഒറിജിനൽ പേര് ഗോദർമായ പേരായിരുന്നു. അത് ലാൽ ജോസ് സാർ പറഞ്ഞ മാറ്റിയത്. അതെ അതെ, അത് ലാൽ ജോസ് സാർ പറഞ്ഞ മാറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളി നമ്മുടെ വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. പിന്നെ മാത്രമല്ല അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. പുള്ളി ഒരു ടോക്കിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു, തുടക്കം തന്നെ അങ്ങനെ വേണ്ട, അപ്പോൾ നമുക്ക് പുള്ളിയുടെ ഗുരുതുല്യനായിട്ടുള്ള ആളാണ് നമുക്ക്. അപ്പോൾ അത് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അത് മാറ്റിയതാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ റോൾ ഇങ്ങേറാണ്. അതെ അതെ, അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമോ ആ ഷോർട്ട് ഫിലിമിന്റെ? ഒരു ജെന്റിൽമാനായിട്ട് അപ്പിയറൻസ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. പിന്നെ ഇതിലെ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എലോണിൽ ലാലേട്ടനുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. എൻ്റെ കഥാപാത്രം ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു പാസിംഗ് സീക്വൻസ് ഉണ്ട് നായികയായിട്ട്. അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ഇടയ്ക്ക് ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് തമാശയെല്ലാം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്യുന്നത്. ചിഞ്ചുവും പിന്നെ രേഷ്മയല്ല. എനിക്കറിയില്ല, അവരോരോ തിരക്കുകളായിട്ടുള്ള വേറെ ഓരോ ഷോർട്ട് ഫിലിംസുകളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് വിളിച്ച് വരാൻ പറ്റുന്ന അടുത്തല്ലോ അവർ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ നോക്കിയത്. ഈ ഷോർട്ട് ഫിലിം ഉടനെ റിലീസ് ഉണ്ടാവും എന്ന് പറയുന്നു. ഉണ്ടാവോ ഉടനെ തന്നെ? ഉടനെ റിലീസ് ഉണ്ട്. ആരെങ്കിലും വന്നിട്ടുണ്ട് എടുക്കാനായിട്ടാ? ഒരാൾ വന്നിട്ടുണ്ട്. നാളെ റിലീസാണ്. നാളെ റിലീസാണ് നമുക്ക്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ വിവാദം, പിന്നെ ഇത് അഭിനയമാണ്. അഭിനയമുണ്ട്. കഥാപാത്രത്തിൻ്റെ എടുത്താൽ മതി. ഇൻറ്റിമേറ്റ് സീൻസ് അല്ല, കഥാപാത്രത്തിൻ്റെ എടുത്താൽ മതി. എത്രയോ ആക്ടേഴ്സ് എത്രയോ ഇൻറ്റിമേറ്റ് സീൻസ് സിനിമയിൽ ആൾക്കാർ ചെയ്യും. ഒരു കഥാപാത്രത്തിൻ്റെ എടുത്താൽ മതി, അഭിനയമായിട്ട് എടുത്താൽ മതി. അഭിനയമായിട്ട് തന്നെ കാണണം എന്നാണ് അണ്ണൻ പറയുന്നല്ലേ? അപ്പോൾ ഒരുപാട് നടന്മാർ എത്രയോ ഇൻറ്റിമേറ്റ് സീൻസ് സിനിമയിൽ വന്നിട്ടുണ്ട്. അത് അഭിനയമായിട്ട് എടുത്താൽ മതി. ആ കഥാപാത്രമാണ്, ആ വ്യക്തിയല്ല. നേരിൽ ഭയങ്കര ഇൻറ്റിമേറ്റ് സീനാണ് ചെയ്തതാണ്. അത് കഥാപാത്രത്തിൻ്റെ എടുത്താൽ മതി, അഭിനയമാണ്. അത് കഥാപാത്രത്തിന് അനുയോജ്യമാകുന്ന രീതിയിലുള്ള സീക്വൻസിൽ മാത്രമേ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അണ്ണനായ പോലും ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെരേര ആയാലും ഇപ്പോൾ അണ്ണനായാലും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാ അർത്ഥത്തിലും ഡബ്ബിങ് ടൈമിലൊക്കെ. പിന്നെ എന്താ പറയുക, നമുക്ക് കൂടെ നിന്നിട്ടുള്ള ബ്രൈറ്റ്, പിന്നെ പ്രസാദേട്ടൻ പിന്നെ പുള്ളി നമുക്ക് ഒരുപാട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി എന്താ പറയുക, നമുക്ക് വലിയ പൈസ പോലും മേടിക്കാതെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. അണ്ണനായാൽ പോലും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടെ വന്നിട്ട്. അമ്പലപ്പുഴയിലാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന രാത്രിയിലാണ്. അപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അണ്ണനും രാത്രി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വെച്ച് പെട്ടെന്ന് തീരും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്തു. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കോടെ തമാശ ഉണ്ടായി. ഞാൻ പിന്നെ രാത്രി സീക്വൻസിൽ ബുദ്ധിമുട്ടില്ല, കാരണം മമ്മൂക്കാൻ്റെ സെറ്റിൽ, മാമാങ്ക സെറ്റിൽ രാത്രി മണ്ണി കിടന്ന് തുടങ്ങിയത്. അത് ഇങ്ങനെ ഭയങ്കര ക്ഷമയാണ്. ഇങ്ങനെ എന്നാലൊരു ശ്രീകൃഷ്ണൻ്റെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ മണിക്കൂറുകളാണ് ശ്രീകൃഷ്ണൻ്റെ വേഷം ചെയ്യുന്നത്. ഭയങ്കര ക്ഷമയാണ്. പിന്നെ ഇവരുടെ തന്നെ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസി, അതിലും ഒരുപാട് ത്യാഗം സഹിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതിൽ എൻ്റെ ഷോർട്ട് ഫിലിമിൽ അലൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്രയും നല്ലത് ഷോർട്ട് ഫിലിം ആയതുകൊണ്ടാണ് വിവാദങ്ങളും പൊട്ടിമുളയ്ക്കാനൊക്കെ കാരണം കുറേ എല്ലാ പിന്നെയുള്ള ഷോർട്ട് ഫിലിമിലൊക്കെ അവരെ വെച്ച് തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആപ്റ്റബിൾ അല്ല. എല്ലാ പടത്തിലും ഓരോ നായികമാരല്ലേ വരുന്നത്. ഇപ്പോൾ ഇനി ഷൂട്ട് ചെയ്യും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലാണെങ്കിലും എൻ്റെ പെങ്ങളായിട്ട് വരെ നല്ലൊരു മോഡലാണ് ഉപയോഗിക്കുന്നത്. വേറെന്ത് വിവാദങ്ങൾ വരാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി പറയാം. ഇതിൽ വിവാദം വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വിനീതേട്ടന് മാർക്കറ്റ് വാല്യൂ കുറവായതുകൊണ്ട് എൻ്റെ തലയിലേക്ക് വെക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം അൽഖയ്ദ ഏറ്റെടുക്കും, കുഴപ്പമില്ല.
ഇപ്പം ഞാൻ ആ പാടെ ഇതിൽ ഇന്റർവ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ നായികയായിട്ട്. അപ്പോൾ നായിക ഇനി വല്ല വിവാദം കൊണ്ടുവന്ന് നമ്മൾ ഉത്തരവാദിത്തം പറയാം. നായികയുടെ നമ്പറോ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കായിട്ട് ഞങ്ങൾക്ക് കോൺടാക്റ്റ് ഇല്ല. പിന്നെ ആ പാട് ചിഞ്ചുമായിട്ട് മാത്രമേ ഡീസൻ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് ഉള്ളൂ. ഞാൻ അഭിനയിച്ച ചിഞ്ചുടൊപ്പാണ്, രേഷ്മയോടൊപ്പം അഭിനയിച്ചിട്ടില്ല. രേഷ്മയോടൊപ്പം അഭിനയിച്ച വിനീതാണ്. ഞാൻ അഭിനയിക്കുമ്പോൾ രേഷ്മ ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേഷ്മ അതുവരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നല്ലൊരു വേഷം ചെയ്യണം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കഥയിലേക്ക് ആപ്റ്റായത്. ആദ്യം വേറൊരു നായികയെ സമീപിച്ചത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ വേറെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് വരാൻ, അതായത് കോഴിക്കോട് ഭാഗത്തായിരുന്നു. ഇപ്പോൾ രേഷ്മയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഡാൻസ് പാർട്ടിയിലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വൺസ് അപ്പോൺ ടൈം കൊച്ചിയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്ന നല്ല വേഷം ചെയ്തൊരു വ്യക്തിയാണ് രേഷ്മ. അപ്പോൾ മോഡലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വിവാദം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിവാദം ഇതുവരെ ഇല്ല, ഇനി വരാൻ ചാൻസ് ഉണ്ടാകുമെന്ന് അറിയില്ല. കാരണം ഒരു അലിയേട്ടൻ ഡാൻസ് ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഇതിലും പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ അതിൽ വിവാദത്തിൽ നമ്മളൊന്നും ഉത്തരവാദിത്തം ഇല്ല. പിന്നെ ഡയറക്ടർ പറയും